തരാ വാരാതോ മഴയേ കൺ വിഴി കാട്ടാതോ വർഷത്തോടുള്ള ഒരു സ്വപ്നം പണിയാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ കല്യാണ ഡ്രസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ അവൾ ആഗ്രഹിച്ചതുപോലൊരു ഡ്രസ്സിൽ അവൾ ആഗ്രഹിച്ച പോലൊരു ഗെറ്റപ്പിൽ എന്താ പറയുക, നമ്മുടെ സ്വപ്ന ദിവസം. അവൾ വളരെ സുന്ദരിയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. കാലം കടന്നാലും കാഴ്ച മറയാതെ നിனைவில் കലന്താടും ഓർമനം ഉലാ പോകും കനാ. എന്താളും സന്തോഷത്തോടെ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാണെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. മക്കളെ സന്തോഷം തന്നെയാണ് നമുക്ക് രണ്ടാക്കും, അച്ഛനായാലും എനിക്കായാലും ഏറ്റവും വലുത്. സമ്പത്തിനൊന്നുമല്ല ആഗ്രഹം, മക്കളെ സ്നേഹം, സന്തോഷം ഉള്ള ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം. വിഴി കാട്ടാതോ ദിശയേ. എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എൽഡറാണ്, ലൈക്ക് എന്നെക്കാട്ടും ഒരു 10 വർഷത്തെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാനിപ്പോഴൊരു എന്താ പറയണ്ടേ, കുഞ്ഞനിയനാണ്, ഒരു മോനെപ്പോലെയാണ്. കാറ്റിൽ വരുകിன்ற வாசம் தருகின்ற மலரும் பூமுகத்தின் ஞாபகம். காலம் கடந்தாலும் காட்சி மறையாத நினைவில் கலந்தாடும் ஓர்மனம் உலா പോകും കനാ ഉലാ പോകും. സ്നേഹയല്ല, എൻ്റെ മുത്തുവാണ്. ഞാൻ മോട്ടി മുത്തു എന്ന് പറയുന്നത്. കുഞ്ഞിൽ മുതൽ ഈ സമയം വരെ നമ്മൾ ഒരുമിച്ച് പോകുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ഒരുപാട് കാത്തു നിന്നൊരു കല്യാണമാണ്. അടിച്ചു പൊളിച്ച് നമ്മൾ ഇനി അവരുടെ പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ സ്വന്തം സ്നേഹ എല്ലാവരെയും നമ്മുടെ നാട്ടിൽ മുത്തു എന്ന് വിളിക്കും. മുത്തുവിൻ്റെ ഇന്നത്തെ ഒരു നല്ല ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. വളരെ ഹാപ്പിയാണ്, എല്ലാവരും എൻജോയ് ചെയ്ത് നമുക്ക് ഞാനും ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റർ ബോണ്ടല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവനൊരു 12 വയസ്സായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. അവനായിരുന്നു എൻ്റെ എല്ലാം എന്ന് പറയാം. ഒരു കുറേ കാലം ചെറുതാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും അല്ലാണ്ട് തന്നെ എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും അവനെപ്പറ്റി. മോളെ ആ കല്യാണ വേഷത്ത് കണ്ടേരെയുള്ള സന്തോഷം അത്രയും നല്ല ഒരു മൊമെന്റ് ജീവിതത്തിൽ ഇല്ല. മോളെ ഇതന്നെ ഏറ്റവും വലിയ സന്തോഷം തന്നെ. രവി സോമവരനേത്ര രമണീയ ഗാത്ര സീതാ പരസ്പരം തമ്മിൽ ഒരുപാട് അറിഞ്ഞു. ആദ്യമൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. ഇത് നടക്കില്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അവളുടേത്. ബട്ട് ലേറ്റർ അവൾക്ക് മനസ്സിലായി, ഓക്കെ നമ്മൾ രണ്ടുപേരും നല്ല പാർട്ട്നേഴ്സാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് അതിൻ്റെ
പുതിയൊരു ഫേസിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇനി ഒരുപാട് വർഷം ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു ഫേസിലോട്ട് കടക്കുകയാണ്. ഒരുപാട് സന്തോഷം. മുന്നിൽ വലിയൊരു ലൈഫ് മുന്നിൽ കാണുന്നു. നെற்றிപ്പൂട്ടിൽ മുത്തം പതിത്തനേത്തം എഴുവേ കൈപ്പൊരുൾ യാവയും കരയ്ത്താലും കനക്ക് കേളേ ഒവ്വൊരു വാദമും കരഞ്ഞും പറഞ്ഞും ഒക്കെ അങ്ങനെയാണ് അവർ ഇത്രയും സെറ്റായിട്ട് വന്നത്. ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വേഷത്തിൽ അവരെ കാണുമ്പോൾ അത് നല്ല സന്തോഷമുണ്ട്. ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അതാണ് ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അത്രയും പ്ലാൻ ചെയ്താണെങ്കിൽ പക്ഷേ ഈ മൊമെന്റ് എല്ലാം വേഗം കഴിഞ്ഞു പോയൊരു തോന്നും. സ്നേഹിച്ചിക്കും ഞങ്ങളുടെ വക ഹാപ്പി മാരീഡ് ലൈഫ്. സത്യം സത്യം ഇത് സത്യമേ. അതെന്നെ കൊണ്ട് സത്യം ഐ സ്വയർ എന്നെ കൊണ്ട് പറ്റില്ല, ഏച്ചിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അച്ഛനെയൊക്കെ കെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഏച്ചി അങ്ങനെ കെയർ ചെയ്യുന്നിട്ടാണ് ഞാൻ അച്ഛനെ അങ്ങനെ നോക്കാറുള്ളത്. മഴയേ കൺ വിഴി കാട്ടാതോ ദിശയേ തേടൽ തീരാതത്